എന്റെ ജീവിതത്തിന് വ്യത്യാസം വരും. എന്റെ ജീവിതത്തിന് മാറ്റം വരികയാണ്. കർത്താവിനെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ്. സമൃദ്ധിയിലേക്ക് നയിക്കുകയാണ്. പച്ചയായ പുൽപ്പുറത്തിലേക്ക് എന്നെ നയിക്കുകയാണ്. വെളിച്ചത്തിലേക്ക് അവനെ നയിക്കുകയാണ്. എന്റെ ജീവിതം മാറ്റമുണ്ടാകാൻ പോകുകയാണ്. ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടു, ഇനി അത് ഭാവില്ല. ഇനി ഉയരങ്ങളിലേക്ക് ഉയരാനുള്ള സമയമാണ്. 2024 പകുതി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പകുതിയിൽ എനിക്ക് വിജയം മാത്രമെന്ന് കൽപ്പിക്കുക. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വിജയം മാത്രം. എല്ലാവരും പറയും, എന്റെ ജീവിതത്തിൽ വിജയം മാത്രം. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് എന്തിനാ? അവൻ നിങ്ങൾക്ക് വിജയം നൽകുവാൻ വേണ്ടി. വചനം പറയുകയാണ്, നന്ദി പിതാവേ, പിതാവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലായിടത്തും എപ്പോഴും ഏതു സമയത്തും ജയം മാത്രം. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞാട്ടെ, നിന്റെ ജീവിതത്തിൽ ഇനി പരാജയം ഉണ്ടാവില്ല. പരാജയപ്പെട്ട് മടുത്തെങ്കിൽ പിശാചിനോട് തല തകർത്തവൻ എന്റെ അടുത്തുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. പാതാളങ്ങളിൽ അവൻ ഇറങ്ങി പിശാചിന്റെ തല തകർത്തവൻ. സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ പാദപീഠങ്ങളിൽ ചുംബിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ? തയ്യാറുള്ള ഒന്ന് കൈവന്നിച്ചേ. അവന്റെ പാദപീഠത്തിൽ ചുംബിക്കാൻ തയ്യാറാണോ? യെസ്. മനസ്സുകൊണ്ട് അവന്റെ പാദപീഠത്തിൽ നിന്ന് ചുംബിച്ചേ നിങ്ങൾ. ഓ, thank you Holy Ghost, thank you Jesus, hallelujah, hallelujah, hallelujah. വചനം പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ഇത് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഇത് എന്നും നിങ്ങൾ വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ അടുത്ത പരീക്ഷയിൽ നീ ജയിക്കും. ഹല്ലേലൂയ. അടുത്ത പരീക്ഷയിൽ നീ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമായി? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഇനി പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാൻ കരങ്ങൾ വിരിച്ചു പിടിച്ച് കർത്താവ് ഉള്ളിലേക്ക് വരുവാൻ വേണ്ടി നിന്റെ ഹൃദയം മുഴുവനും തുറക്കണം. നിന്റെ ഹൃദയം മുഴുവനും തുറക്കണം. എൻ്റെ ഹൃദയം മുഴുവനും തുറക്കണം. എന്ന് പറഞ്ഞ കർത്താവേ, ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ മനോഹരമായ പാട്ടിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഞാൻ എഴുതിയൊരു പാട്ടാണ്. കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ആ കർത്താവ് ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ നീ നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക.